തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് CPM പല റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ പറഞ്ഞു ജാതി സമവാക്യങ്ങളും SIR ഒക്കെ മൂലമാണ് തങ്ങൾ തോറ്റത്, അല്ലാതെ തങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷെ ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ജനവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശനെ എതിർക്കേണ്ടതായിരുന്നു, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റി എന്നൊക്കെ അവർ സമ്മതിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവർക്ക് തന്നെ ഒരു സ്ഥിരതയില്ല, എന്തോ പറയണം എന്തോ ചെയ്യണമെന്നല്ലേ. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടത് അല്ലെങ്കിൽ CPM-ന് ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നു കേട്ടിട്ടുണ്ട്. അതും സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ അല്ലെങ്കിൽ പിണറായി വിജയന് നേരെ. അതായത് ഈ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന സ്ഥാനത്തിരിക്കുന്നവർക്ക് നേതാക്കൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഓരോ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നു വന്നത്. അപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ, അതായത് മെയ് ജൂൺ മാസങ്ങളിൽ ചർച്ച നടത്തി റിപ്പോർട്ട് അവതരിപ്പിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് വിശദീകരണവുമായി വരും എന്നായിരുന്നു അന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ ഒരു കമ്മിറ്റി യോഗമാണ്, അല്ലെങ്കിൽ ആ സംസ്ഥാന റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം സംസ്ഥാന സമിതിയാണ് ഇന്ന് ആ ഒരു സംസ്ഥാന സമിതി ഇന്ന് കഴിയുകയാണ്, ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമിതിയിലാണ് അല്ലെങ്കിൽ ഈ ഒരു യോഗത്തിലാണ് ഇതുപോലെ ഓരോ വിമർശനങ്ങളും അല്ലെങ്കിൽ റിപ്പോർട്ടിലെ പൊരുത്തക്കേടിനെതിരെ വിമർശനങ്ങൾ ഉയർന്നത്. റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനാണ്. ഇദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഇദ്ദേഹം തന്നെ റിപ്പോർട്ടിൽ എഴുതുവോ? ഇല്ല. അപ്പോൾ ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നു, MV ഗോവിന്ദന്റെ ഭാര്യയായ TK ശ്യാമളയെയാണ് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പൊ ആ സ്ഥാനാർത്ഥിത്വം പാളിപ്പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തെറ്റ് സമ്മതിക്കുന്ന രീതിയിലാവും. അത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു UDF ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയും CPM-നെ ഭാവിയിൽ തന്നെ ഇല്ലാതാക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്യാമ്പയിൻ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ അഴിച്ചുവിടുകയും എന്നുള്ളൊരു ബോധ്യമുണ്ട്. അത് പിന്നെ ഉള്ളത് വെള്ളാപ്പള്ളി നടേശനെ തള്ളിയാൽ പിണറായി വിജയനെയും തള്ളേണ്ടി വരും. ആ ഒരു സമയത്ത്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ഒപ്പം ചേർത്തിരുന്നതും വെള്ളാപ്പള്ളി നടേശനെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഓരോ യോഗത്തിലും അല്ലെങ്കിൽ ഓരോ ചടങ്ങിലും വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഒരു കാറിൽ വന്നിറങ്ങുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള ബോണ്ട് അല്ലെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ അത് ആ ഒരു വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും തള്ളി പലരും വന്നെങ്കിലും ഇവർ തന്നെ സമ്മതിച്ചിരുന്നില്ല, മുഖ്യമന്ത്രി പോലും അംഗീകരിച്ചില്ല വെള്ളാപ്പള്ളി നടേശൻ എന്തിനാണ് തള്ളി പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൗനമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഉയർന്ന പല വിവാദങ്ങളിലും CPM സെക്രട്ടറി അവതരിപ്പിച്ച ആ ഒരു റിപ്പോർട്ടിൽ മൗനമായിരുന്നു. പക്ഷെ ഈ ഒരു യോഗം വന്നല്ലോ, ഇല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റി വന്നപ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന സമിതി യോഗത്തിൽ ഈ റിപ്പോർട്ടിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായി. അതായത് TK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം, വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത്, മറ്റേ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ള എല്ലാ കാര്യത്തിലും രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന യോഗത്തിൽ ഏറ്റവും കൂടുതൽ അലയടിച്ചത്. അപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലായി ഇവർ തെറ്റായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പരസ്യമായി അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ ജാതി സമവാക്യം പിന്നെ കുപ്രചരണം എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ കുപ്രചരണം ഇവർ ഉദ്ദേശിച്ചത് അവരുടെ ഭരണം, ഈ 10 വർഷത്തെ ഭരണത്തെ തുറന്നു കാണിച്ചതാണ്. പിന്നെ ഈ ജാതി സമവാക്യം എന്ന് ഉദ്ദേശിച്ചത് ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ പുറത്തു വന്നതൊക്കെയാണ് ഇവർ പറയുന്നത്. പിണറായി വിജയന്റെ 10 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷം മാറ്റി നിർത്താം, 5 വർഷം ആദ്യ പിണറായി സർക്കാരിന്റെ 5 വർഷത്തെ ഭരണം കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ് അല്ലെങ്കിൽ അംഗീകരിക്കാവുന്ന ഒരു ഭരണ കാലഘട്ടമായിരുന്നു. പക്ഷെ അതിനെ തുടർന്നുള്ള 5 വർഷം തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു എന്ന് ജനങ്ങൾ പറയുമ്പോൾ ഇവർ പറയുന്നത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാർ എന്നായിരുന്നു. CPM ക്യാമ്പുകളിൽ നിന്ന് ഉയർന്ന ഏറ്റവും കൂടുതൽ ക്യാപ്സ്യൂളുകൾ ജനങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ വെട്ടിത്തുറന്ന് പറഞ്ഞെങ്കിലും ഇവർ അത് അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഭരണവും പോയി പ്രതിപക്ഷത്തെ ഏറ്റവും നാമമാത്രമായി അവശേഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ CPM-ന്റെ ഭാവി കേരളത്തിൽ ചോദ്യചിഹ്നം പോലെ തുടരുമ്പോഴാണ്, അത് അണികൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയരുമ്പോഴാണ് തെറ്റ് സമ്മതിച്ചു എന്ന് ഇവർ സമ്മതിക്കുന്നത് തന്നെ. ഇത് ഈ ഒരു തെറ്റ് സമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്. ഇപ്പോൾ നമ്മൾ മുൻ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നല്ലോ, കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പിൽ ED
CPM പാർട്ടി ഉൾപ്പെടെയാണ് പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും തെറ്റ് അംഗീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവർക്ക് കേരളത്തിൽ ഒരു കാരണവശാലും നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതെല്ലാം തന്നെയാണ് ഈ സംസ്ഥാനതല യോഗത്തിൽ ഈ ഒരു അണികൾ അല്ലെങ്കിൽ മറ്റു പ്രവർത്തകർ ഈ സെക്രട്ടറി അടക്കം തിരുത്തി ചൂണ്ടിക്കാണിച്ചത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ 10 വർഷം വിജയിച്ചപ്പോൾ പറഞ്ഞു പിണറായിയുടെ കഴിവ് കൊണ്ടാണ്, പിണറായിയാണ് ക്യാപ്റ്റൻ, പിണറായി ഒറ്റൊരു വ്യക്തി കാരണമാണ് 10 വർഷം ഭരണം കിട്ടിയത് എന്ന്. പക്ഷെ ഇപ്പം ഇന്ന് റിപ്പോർട്ടിൽ പറയുന്നു പിണറായി വിജയന്റെ കയ്യിൽ തെറ്റൊന്നുമില്ല, പാർട്ടി എല്ലാവരും കൂടെ ഒന്നിച്ച് തെറ്റ് ഏറ്റെടുക്കുന്നു എന്നാണ്. അപ്പം തെറ്റ് ജയിച്ചപ്പോൾ ഉള്ള പിണറായിയാണ് വലുതെന്ന് കാണിച്ചപ്പോൾ ഈ തോറ്റപ്പോൾ സമ്മതിക്കാൻ പറ്റുന്നില്ലേ? പിണറായിയുടെ തെറ്റൊന്നും അവർ സമ്മതിച്ചു തരാൻ ഒരുക്കമല്ലെന്നാണോ? അതെ, വിജയിച്ചപ്പോൾ പിണറായി വിജയന്റെ മിടുക്കും അല്ലെങ്കിൽ പരാജയപ്പെട്ടപ്പോൾ അത് എല്ലാവരുടെയും പങ്കാണ്, അല്ലെങ്കിൽ അതിലെല്ലാത്തൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നുള്ള രീതിയിലുള്ള നെറേറ്റീവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ മുൻ MLA ആയിരുന്ന നമ്മുടെ പഴയ വീണ ജോർജ് നിയമസഭയിൽ ഒരു പ്രസിദ്ധമായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഈ കപ്പലാടി ഉലയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. പക്ഷെ ആ കപ്പലിലെ ഒരു ഭൂരിഭാഗം യാത്രക്കാരും മുങ്ങി, കപ്പിത്താൻ ഒരു തോണി പിടിച്ച് പതുക്കെ കരയിൽ കയറിയ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ വന്നപ്പോൾ കണ്ടത്. ഈ വ്യക്തിപൂജ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആരാധനയാണ് ഈ CPM പാർട്ടി ഏറ്റവും കൂടുതൽ നിലംപരിശാക്കിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എങ്കിലും പിണറായി വിജയൻ എന്ന ആ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ അല്ലെങ്കിൽ മുതിർന്ന CPM നേതാവിനെ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിപ്പറയാനുള്ള ആർജവമുള്ള ഒരു CPM കാരനും ഇപ്പോൾ ആ ഒരു സംസ്ഥാന സമിതിയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇല്ല. ആ ഒരു പിണറായി വിജയനെ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ എതിരെ സംസാരിക്കാൻ ആർജവം ഉണ്ടായിരുന്ന 1-2 പേരുണ്ടായിരുന്നു. അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി ചെയ്ത തെറ്റിനെ തിരുത്തിക്കണമെന്നും അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് 1-2 പേരുണ്ടായിരുന്നു. അവരെ എല്ലാം പടിയടച്ച് പിണ്ടം വെച്ചതിന് ശേഷം ഉള്ള പ്രവർത്തകരുമായിട്ടാണ് ഇപ്പോൾ ആ ഒരു CPM മുന്നോട്ട് സഞ്ചരിക്കുന്നത്. എത്ര കാലം CPM ഇനി മുന്നോട്ട് സഞ്ചരിക്കും എന്നുള്ളത് കാര്യത്തിൽ ഇപ്പോൾ എന്താ പറയുക, ആശങ്കാജനകമാണ്. 10 വർഷത്തെ ഭരണം ജനങ്ങളിൽ നിന്നും അകന്നു എന്നൊക്കെ അവർ സമ്മതിക്കേണ്ടി വന്നു. ഇന്നലെ റിപ്പോർട്ടിൽ പറഞ്ഞു പ്ലീനം വിളിക്കില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇന്ന് പറയുന്നു ചിലപ്പോൾ പ്ലീനം വിളിച്ചേക്കുമെന്ന്. അപ്പം ഇത് വിളിച്ചാൽ അവർക്ക് എന്തെങ്കിലും തങ്ങളുടെ തെറ്റ് കൂടുതലായിട്ട് സമ്മതിക്കേണ്ടി വരുമോ എന്നുള്ള പേടികൊണ്ടാണോ? തീർച്ചയായും തെറ്റ് സമ്മതിച്ചാൽ അല്ലെങ്കിൽ തോൽവി സമ്മതിച്ചാൽ അവരുടെ ആ ഒരു സ്ഥാനത്തെ തന്നെ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന പദവിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ പ്രായപരിധി ഉയർത്തണമെന്ന് 75 വയസ്സാണ് പ്രായപരിധി. അത് മാറ്റം വരുത്തണമെങ്കിൽ എന്തുകൊണ്ട് അവിടെ പ്രായപരിധിയായിട്ട് 75 വെച്ചിരിക്കുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് പല നിബന്ധനകളും CPM പാർട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിബന്ധനകളെല്ലാം മുതിർന്ന നേതാക്കന്മാർ, അതായത് പിണറായി വിജയനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് വേണ്ടി ഇതിനെ പലപ്പോഴും തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും ഈ MV ഗോവിന്ദന്റെ ആ ഒരു സ്ഥാനം, അതായത് സെക്രട്ടറി സ്ഥാനം വരെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ചിലപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കണമെന്നായിരിക്കും പലരും അടക്കം പറയുന്നത്. പക്ഷെ പിണറായി വിജയനോടുള്ള ഭയം കൊണ്ട് ഒരു പക്ഷേ ആ ഒരു ശബ്ദം വെളിയിലേക്ക് വരണമെന്നില്ല. എന്തിനേറെ ഈ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തിരിക്കണമെന്ന് ഒരു CPM പ്രവർത്തനം ആഗ്രഹിച്ചിട്ടില്ല. അതിനു പകരം KN ബാലഗോപാൽ തന്നെ പ്രതിപക്ഷത്തേക്ക് വരട്ടെ എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും തുറന്നു പറയാനുള്ള ആർജവമുള്ള ഒരു CPM പ്രവർത്തകനും ഇല്ല. ഇപ്പോൾ അതുപോലുള്ള ഒരു അണികളുള്ള ഒരു പാർട്ടിയിൽ ഇനി പ്ലീനമല്ല, ഇനി എന്ത് മുന്നോട്ടുള്ള ചർച്ചയോ എന്ത് സമ്മേളനമോ നടത്തിയാലും അതിൽ ഫലവത്താവില്ല.